എരുമേലി പേട്ട തുള്ളൽ വെള്ളിയാഴ്ച നടക്കും. അമ്പലപ്പുഴ പേട്ട സംഘം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കും. 10-ാം തീയതി മുതൽ ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെക്കും. ശബരിമല സന്നിധാനത്തു നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മകരവിളക്ക് ദർശനത്തിന് ഇനി ഒരാഴ്ച മാത്രമാക്കി നിൽക്കെ ശബരിമല സന്നിധാനവും പരിസരവും എല്ലാം തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. അത്തരത്തിൽ വലിയ ഭക്തജന ബാഹുല്യമാണ് സന്നിധാനത്തേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ വ്യത്യസ്തമായി ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയോടുകൂടി തന്നെ തീർത്ഥാടകർ നല്ല ശതമാനം ഇപ്പോൾ മുതൽ തന്നെ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണ മകരവിളക്ക് കാണുന്നതിന് വേണ്ടി തങ്ങുന്നത് പാണ്ടിത്താവളത്തിലാണ്. അവിടെ ചെറിയ ചെറിയ സംഘങ്ങളായി ഒരാഴ്ച മുമ്പ് തന്നെ തമ്പടിച്ചു തുടങ്ങിയിരിക്കുന്നു. അതേസമയം പമ്പയിലും നിലയ്ക്കലുമെല്ലാം തന്നെ തീർത്ഥാടകരും വളരെയധികം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി 10-ാം തീയതി മുതലാണ് ശബരിമല സന്നിധാനത്ത് സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിർത്തുന്നതും വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിങ്ങിന് നിയന്ത്രണം വരുന്നതും 14-15 തീയതികളിൽ സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള ദർശനത്തിലുള്ള ബുക്കിങ്ങിന് വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തീർത്ഥാടകരിൽ നല്ലൊരു ശതമാനം നേരത്തെ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഇപ്പോൾ വരുന്നത് പരമ്പരാഗത പുല്ലുമേട് കാനനപാത വഴിയാണ്. മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി നട തുറന്ന അന്ന് മുതൽ ശരാശരി 5000 മുതൽ 6000 വരെ തീർത്ഥാടകർ അതുവഴി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കരിമല പാത വഴിയും അത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം അല്ലെങ്കിൽ തങ്ങുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ വാഹനങ്ങളുടെ കാര്യത്തിലും ഒപ്പം പമ്പയിലും നിലയ്ക്കലുമെല്ലാം തന്നെ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പമ്പയിൽ നിലവിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഇല്ല എങ്കിൽ പോലും നിലയ്ക്കലിലേക്കാണ് പാർക്കിംഗ് കൂടുതൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോഴേക്കും തന്നെ തീർത്ഥാടകർ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ തങ്ങി തുടങ്ങിയാൽ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലും ഇത്തരത്തിലൊരു തിരക്കിനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് അതുപോലെ നിലയ്ക്കലും പമ്പയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എരുമേലി പേട്ടതുള്ളലിൻ്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ സംഘം ഇന്നലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് എത്തി തുടങ്ങിയിരിക്കുന്നു. അവർ 2 ദിവസത്തിനുള്ളിൽ എരുമേലിയിൽ എത്തിച്ചേരും. തിരുവാഭരണ ഘോഷയാത്ര 13-ാം തീയതിയാണ് പന്തളത്ത് നിന്നും പുറപ്പെടുക. സാധാരണയിൽ വ്യത്യസ്തമായി പന്തളം രാജകുടുംബാംഗത്തിൽ ഒരാൾ മരണമടഞ്ഞതിനെ തുടർന്ന് അശുദ്ധിയായതിനാൽ പന്തളത്ത് തന്നെയുള്ള മറ്റൊരു പന്തലിൽ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചതിനു ശേഷം അവിടെ നിന്നും 13-ന് ഉച്ചയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. 15-ന് വൈകുന്നേരത്തോടെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുകയും ചെയ്യും. മകരവിളക്ക് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന തീർത്ഥാടകർക്ക് വലിയ സംവിധാനങ്ങളാണ് KSRTC ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും 800-ലധികം ബസ്സുകളാണ് KSRTC തിരിച്ചു പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ആ വാഹനങ്ങളെല്ലാം തന്നെ 13-ാം തീയതിയും 14-ാം തീയതിയോടും കൂടി തന്നെ പമ്പയിലും നിലയ്ക്കലുമായൊക്കെ എത്തും. എന്നാൽ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആങ്ങുമുഴിയിലാണ്. അവിടെ വനം വകുപ്പിൻ്റെ പ്രത്യേക സ്ഥലത്ത് ഈ വാഹനങ്ങൾ എത്തിക്കും. അതുപോലെ ഈ 14-15 തീയതികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ടാകും. ഗവിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്കും നിയന്ത്രണമുണ്ട്. 11-ാം തീയതി മുതൽ മകരവിളക്ക് കഴിയുന്ന 16-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം. എന്തായാലും ശബരിമല അക്ഷരാർത്ഥത്തിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്കിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയുവാനും കഴിയും. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ഈ തീർത്ഥാടന കാലം തുടങ്ങി ഇതുവരെ പമ്പ KSRTC ഡിപ്പോയിലെ